മൂന്നാറിലേക്കുള്ളൊരു യാത്ര അതൊരു ഒന്നൊന്നര യാത്ര തന്നെയാണ്. കുറേ കാലമായി നല്ലൊരു യാത്ര പോയിട്ട് നഗരജീവിതത്തിലെ പ്രശ്നങ്ങളെല്ലാം മറന്നുകൊണ്ട് കാടും മലകളും താണ്ടി ഒരു റൈഡ്. അങ്ങനെ ഞങ്ങൾ എറണാകുളം എടപ്പള്ളിയിൽ നിന്നും രാവിലെ തന്നെ യാത്ര തുടങ്ങി. ഒഴിവു ദിവസമായിരുന്നിട്ട് കൂടി വഴിയിൽ തിരക്ക് കാണുമെന്ന് പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും അത്രത്തോളം തിരക്ക് അനുഭവപ്പെട്ടില്ല. പ്രഭാത ഭക്ഷണം കഴിക്കാൻ സാധിക്കാത്തതിനാൽ ഞങ്ങൾ വഴിയരികിലൊരു ഹോട്ടൽ കണ്ടപ്പോൾ തന്നെ വണ്ടി അങ്ങ് ഒതുക്കി. പിന്നെ ഭക്ഷണത്തിലേക്ക് കടന്നു. മസാല ദോശയും വടയും ചായയും. അങ്ങനെ ആഹാരത്തിന് ശേഷം വീണ്ടും യാത്ര തുടർന്നു. ഏകദേശം 60 കിലോമീറ്ററോളം നഗരവീതിയിൽ നിന്നും പിന്നിട്ടപ്പോഴേക്കും ഞങ്ങളുടെ മുമ്പിൽ ഇതാ തലയെടുപ്പോടെ നിൽക്കുന്നു നേര്യമംഗലം പാലം. എറണാകുളത്ത് നിന്നും മൂന്നാറിലേക്ക് പോകുന്നവരുടെ ഒരു എൻട്രി പോയിന്റ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു സ്ഥലമാണ് നേര്യമംഗലം പാലം. പെരിയാർ നദിയുടെ മുകളിലൂടെ നീണ്ടു കിടക്കുന്ന നേര്യമംഗലം പാലത്തിലൂടെ ഞങ്ങൾ യാത്ര വീണ്ടും തുടർന്നു. ഏകദേശം ഒരു 10 കിലോമീറ്റർ കൂടി പിന്നിട്ടപ്പോഴേക്കും ഒരു മനോഹരമായ കാഴ്ച ഞങ്ങളുടെ മുമ്പിലേക്ക് പ്രത്യക്ഷപ്പെട്ടു. ചീയപ്പാറ വാട്ടർഫാൾ. ഒരു കൂട്ടം ആളുകൾ ഈ ദൃശ്യം കാണാൻ അവിടെ തടിച്ചുകൂടിയിരിക്കുന്നു. അവരുടെ കൂടെ കൂടിക്കൊണ്ട് ഞങ്ങളും ആ മനോഹര ദൃശ്യം ആസ്വദിച്ചു. ഏഴ് തട്ടുകളിലായി ഒഴുകിക്കൊണ്ടിരിക്കുന്നതാണ് ചീയപ്പാറ വാട്ടർഫാളിൻ്റെ പ്രത്യേകത. അങ്ങനെ ചീയപ്പാറയുടെ മനോഹാരിതയെല്ലാം ആസ്വദിച്ചതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്നും തിരിച്ചു. യാത്ര തുടങ്ങി വെറും 2 വളവുകൾ താണ്ടിയപ്പോഴേക്കും ഇതാ മറ്റൊരു ചെറിയ വാട്ടർഫാൾ കൂടി. വാളറ വാട്ടർഫാൾ. ഒരു പാറയുടെ മുകളിൽ നിന്നും പതിക്കുന്ന ഒരു ചെറിയ വെള്ളച്ചാട്ടം. മെയിൻ റോഡിൽ നിന്നും കുറച്ചകലെയായാണ് വാളറ സ്ഥിതി ചെയ്യുന്നത്. ചില കുറുക്കു വഴികളിലൂടെ അതിൻ്റെ അടുത്തെത്താമായിരുന്നെങ്കിലും സമയം കുറവായിരുന്നതുകൊണ്ട് ഞങ്ങൾ മുന്നോട്ടുള്ള യാത്ര വീണ്ടും തുടങ്ങി. ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം ആനച്ചാലിലേക്ക് എത്തുക എന്നതാണ്. ഏകദേശം 30 കിലോമീറ്ററുകളോളം ഇനിയും പിന്നിടണം. പോകുന്ന വഴികളിലെല്ലാം ഒരുപാട് അഡ്വഞ്ചേഴ്സ് ആക്ടിവിറ്റീസ് നടത്തുന്ന സ്ഥലങ്ങൾ കാണാൻ സാധിച്ചു. സിപ്പ് ലൈനും ഗ്ലാസ് ബ്രിഡ്ജും പോലുള്ള ഓരോരോ ആക്ടിവിറ്റികൾ. $600-400 രൂപയൊക്കെയാണ് ഇതിനായി ഈടാക്കേണ്ടത്. അങ്ങനെ ഞങ്ങൾ ആനച്ചാലിലേക്ക് എത്തിയിരിക്കുന്നു. അതിമനോഹരമായ കാഴ്ച. തേയിലക്കാടിൻ്റെ ഇടയിലൂടെയുള്ള യാത്രയായപ്പോഴേക്കും ഇത്രയും നേരം ഞങ്ങളെ വിടാതെ പിടിച്ചുകൊണ്ടിരുന്ന താപം പതുക്കെ പതുക്കെ ഞങ്ങളെ വിട്ട് യാത്രയായി. ആനച്ചാലിൽ നേരത്തെ തന്നെ ബുക്ക് ചെയ്ത ഗ്രീൻ വാലി റിസോർട്ടിലേക്ക് ഞങ്ങൾ തിരിച്ചു. സിറ്റിയിൽ നിന്നും ഏകദേശം 2.5 കിലോമീറ്റർ അകലെയാണ് ഈ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത്. സമയം ഏകദേശം 4 മണിയോളമായി. ഇന്നത്തെ യാത്ര ഞങ്ങൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. റിസോർട്ടിനെ കുറിച്ചുള്ളൊരു വീഡിയോ സെപ്പറേറ്റ് ആയി തന്നെ ചെയ്യുന്നതാണ്. നാളെയാണ് ഞങ്ങളുടെ യഥാർത്ഥ യാത്ര തുടങ്ങുന്നത്. മൂന്നാറും മാട്ടുപ്പെട്ടി ഡാമും എക്കോ പോയിൻറ്റും എല്ലപ്പെട്ടിയും എല്ലാം കടന്ന് വട്ടവടയിലേക്കുള്ളൊരു മനോഹര യാത്ര.